ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ മാർച്ച് മാസം, അതായത് കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് ഞാൻ ഇട്ടിരുന്ന വീഡിയോയിലെ വൈറലായ കോമരത്തിൻ്റെ ആ വീഡിയോയുടെ ചില എഡിറ്റ് ചെയ്തപ്പോൾ വിട്ടുപോയ ഭാഗങ്ങളും തന്നെയുമല്ല, ദൈവിക വിശ്വാസമുള്ളവർക്ക് ആ ഭക്തിയുടെ ഏറ്റവും വിശ്വാസം ഉണ്ടാവുന്ന രീതിയിലുള്ള ചില ക്ലിപ്പുകളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊടുങ്ങല്ലൂർ ഭരണിക്ക് എത്തുന്ന ഈ കോമരത്തിൻ്റെ ഈ വീഡിയോയുടെ വിട്ടുപോയ ഈ ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. കഴിഞ്ഞ ഇട്ടിരുന്ന വീഡിയോകളെല്ലാം വളരെ നല്ല രീതിയിൽ ഓടിയത് കൊണ്ടാണ് ഞാൻ വിട്ടുപോയ ഈ ഭാഗങ്ങൾ ഇതോടൊപ്പം ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം.
കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ഈ കുട്ടിയുടെ നോർമലായ ഭാവവും അല്ലാതെ ഈ സമയത്തുള്ള ഭാവവും നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ഈ കുട്ടിയുടെ നോർമലായ ഭാവവും അല്ലാതെ ഈ സമയത്തുള്ള ഭാവവും തമ്മിൽ ഉള്ള വ്യത്യാസം? ഈ സീനുകളൊക്കെ നമുക്ക് മനസ്സിൽ നിന്നും എത്ര കണ്ടാലും മറന്നു പോകുകയില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ കുട്ടിയെ സൈക്കാട്രിയുടെ അടുക്ക കാണിക്കണമെന്നും അല്ല വീട്ടുകാർക്ക് തലയ്ക്കോളമാണെന്നും ഒക്കെ പറയുന്നവരോട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ദൈവവിശ്വാസമുള്ളവർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയെ വിശ്വസിക്കുന്നവർ ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ രണ്ടാമതും അപ്ലോഡ് ചെയ്യുന്നത് തന്നെയുമല്ല ഇതിലെ ചില രംഗങ്ങളൊക്കെ രണ്ടാമത് എനിക്ക് ഒന്നുകൂടി ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നും സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ഈ വീഡിയോ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം. അപ്പോൾ ഇതിലെ ഈ രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.